Dear students, good morning. നമ്മൾ ഇനി പറയാനുള്ള ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നൈട്രജൻ മെറ്റബോളിസം ആണ്. നൈട്രജൻ മെറ്റബോളിസം എന്ന് പറയുന്നത് നൈട്രജൻ എങ്ങനെയാണ് വിഘടിക്കുന്നത്, നൈട്രജൻ വഴി എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് ഉണ്ടാവുന്നത്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എസ്പെഷ്യലി ഇൻ യുവർ +1 ക്ലാസ് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് എന്താണ് നൈട്രജൻ എന്നും നൈട്രജൻ മെറ്റബോളിസം എന്നുള്ളതും മിനറൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം നൈട്രജൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ്. പക്ഷേ ഈ എലമെന്റിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് 79% ഓർ 78% ടു 79% വരെ ഇത് അന്തരീക്ഷത്തിൽ ഉണ്ട് കേട്ടോ. ബട്ട് ദാറ്റ് പർട്ടിക്കുലർ എമൗണ്ട് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ പ്ലാന്റ് ഡയറക്ട്ലി. ഒരു പ്ലാന്റിന് പോലും ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിനെ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാറില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ നൈട്രജനെ വിഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ സിലബസിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കാണ്. എന്താണ് നൈട്രജൻ മെറ്റബോളിസം, അതിൽ എന്താണ് N2 ബാൻഡ് എന്ന് പറയുന്നത്, എന്താണ് നൈട്രജൻ വി ക്യാൻ സേ ദാറ്റ് ബോണ്ട് മെറ്റീരിയൽ എന്താണ്, അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, സിംബയോട്ടിക് ആണോ നോൺ സിംബയോട്ടിക് ആണോ എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇവിടെ പ്രതിപാദിക്കാൻ നമുക്കുള്ളത്. See, this is actually the nitrogen. ഇതാണ് നൈട്രജൻ എന്ന് പറയുന്നത്. നൈട്രജനിൽ വളരെ ക്ലിയർ ആയിട്ട് പ്രോസസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, നമുക്കറിയാം അന്തരീക്ഷത്തിൽ ഒരുപാട് സൈക്കിളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ കാർബൺ സൈക്കിൾ ഉണ്ട്, ഫോസ്ഫറസ് സൈക്കിൾ ഉണ്ട്, നൈട്രജൻ സൈക്കിൾ ഉണ്ട്, വാട്ടർ സൈക്കിൾ ഉണ്ട്, ഓക്സിജൻ സൈക്കിൾ ഉണ്ട്. There are different type of cycles which are available within the ecosystem, of which out of this particular cycle one of the most important cycle is called nitrogen cycle. ഏറ്റവും പ്രധാനപ്പെട്ട സൈക്കിൾ അത് നൈട്രജൻ സൈക്കിൾ ആണ്. നൈട്രജൻ സൈക്കിൾ എങ്ങനെയൊക്കെ പോകുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് നൈട്രജൻ സൈക്കിൾ നമുക്കറിയാം അന്തരീക്ഷത്തിൽ ഇഷ്ടംപോലെ നൈട്രജൻ ഉണ്ട്. ഈ നൈട്രജൻ ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില പ്രോസസ് ഉണ്ട്. ഡീനൈട്രിഫിക്കേഷൻ ഉണ്ട്, പ്ലാന്റ് കൺസപ്ഷൻ ഉണ്ട്, നൈട്രജന്റെ അന്തരീക്ഷത്തിൽ പോകുന്ന പ്രോസസ് ഉണ്ട്, അതേപോലെ പശുക്കൾ ഉപയോഗിക്കുന്നുണ്ട്, മനുഷ്യന്മാരിലേക്ക് ഇത് എത്തുന്നതൊക്കെ ഉണ്ട്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. നമ്മൾ പാല് കുടിക്കുന്നുണ്ടല്ലോ, ഈ പാലെന്ന് പറയുന്നതിന്റെ ഉള്ളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ്റെ ഉള്ളിൽ ആരുണ്ട്? അമിനോ ആസിഡ് ഉണ്ട്. ഈ അമിനോ ആസിഡിന്റെ ഉള്ളിൽ ആരുണ്ട്? ഈ അമിനോ ആസിഡിന്റെ ഉള്ളിൽ അമിനോ ഗ്രൂപ്പും അതേപോലെ തന്നെ പറയൂ കാർബോക്സിൽ ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ അമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പിന്റെ എടുത്ത് നോക്കുകയാണ്, അമിനോ ഗ്രൂപ്പിന്റെ ഉള്ളിൽ N2 ഗ്രൂപ്പ് ഉണ്ട് അല്ലെ? NH2 ആണ് അമിനോ ഗ്രൂപ്പ്. ആ NH2ന്റെ ഉള്ളിൽ നൈട്രജൻ ഉണ്ടല്ലോ. ഈ രീതിയിലാണ് നമ്മൾ മെറ്റബോളിസത്തിനെ പറയേണ്ടത്. അപ്പം അന്തരീക്ഷത്തിലെ നൈട്രജൻ അത് നമ്മൾ പ്ലാന്റിൽ എത്തുന്നു, പ്ലാന്റിൽ നിന്ന് അത് പശു കഴിക്കുന്നു, പശുവിലെ പാലിലൂടെ നമുക്ക് ലഭിക്കുന്നു. സോ ദിസ് ഇസ് വാട്ട് ഈസ് കോൾഡ് നൈട്രജൻ മെറ്റബോളിസം. ഓക്കെ, നൈട്രജന്റെ സൈക്കിൾ ആണ്. ഞാൻ അതൊന്നും ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് റിഫ്രഷ് യുവർ ബേസിക് ഇൻഫർമേഷൻ വിത്ത് റിഗാർഡ് ടു ദ നൈട്രജൻ സൈക്കിൾ. എന്താണ് നൈട്രജൻ സൈക്കിൾ? വി ക്യാൻ സീ ദിസ് ഈസ് ആക്ച്വലി ദ നൈട്രജൻ സൈക്കിൾ. ഇപ്പോൾ നമുക്ക് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഉണ്ട്. ഈ നൈട്രജൻ പല രീതിയിലും നമുക്ക് അന്തരീക്ഷത്തിലേക്ക് എത്താം. ഏതൊക്കെ രീതിയിൽ? ഒന്ന് ലൈറ്റിംഗ് വഴി എത്താം, മറ്റൊന്ന് ചെടികളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്താം, അതേപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ആൽഗെ ആൻഡ് അതേപോലെ മറ്റുള്ള ഓർഗാനിസംസ് ഇത് ഫിക്സ് ചെയ്ത് എത്താം, പ്ലാന്റ് ആൻഡ് ആനിമൽ പ്രോട്ടീനിലൂടെ എത്താം, ഡെഡ് ഓർഗാനിസം ആൻഡ് ഫേഷ്യസ് ലീവ് ടു മറൈൻ സെഡിമെന്റിലോട്ട് എത്താം. അങ്ങനെ പല രീതിയിലും ഇത് അന്തരീക്ഷത്തിലേക്ക് എത്തി. അങ്ങനെ സോയിൽ നൈട്രേറ്റിൽ നിന്ന് പ്ലാന്റുകൾ വലിച്ചെടുത്തു. പ്ലാന്റിൽ നിന്ന് അത് ലെഗ്യൂമിനസ് പ്ലാന്റ് ആണ്, വളരെ പെട്ടെന്ന് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ നടത്തി നമുക്ക് അവൈലബിൾ ആക്കും. അങ്ങനെ അത് മനുഷ്യന്മാരിലോട്ട് എത്തും. സോ ദിസ് പ്രോസസ് ഈസ് കണ്ടിന്യൂസ്ലി ടേക്കിംഗ് പ്ലേസ് ഡ്യൂറിംഗ് ദി ടൈം ഓഫ് നൈട്രജൻ മെറ്റബോളിസം. നൈട്രജന്റെ ഒരു ഗ്ലോബൽ സ്റ്റാറ്റസ് ആണിത്. വളരെ ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നില്ല, വളരെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റാറ്റസ് ആണ്. നൈട്രജൻ റിസർവോയർ അറ്റ്മോസ്ഫിയറിൽ എത്രയുണ്ട്, ഓഷനിൽ എത്രയുണ്ട്, അതേപോലെ തന്നെ ലാൻഡിൽ എത്രയുണ്ട് എന്നുള്ളത് കാണിക്കുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഈ പറയുന്ന ഗ്ലോബൽ നൈട്രജൻ റിസർവ്സ്. എന്തൊക്കെ സോഴ്സ് ആണ് നൈട്രജൻ അന്തരീക്ഷത്തിൽ എത്താനുള്ളത്? ഒന്ന് ലൈറ്റിംഗ്, ഇടി വെട്ടുന്ന സമയത്ത് അന്തരീക്ഷത്തിലോട്ട് നൈട്രജൻ എത്തും. ഇനോർഗാനിക് ഫെർട്ടിലൈസേഴ്സ് വഴി എത്തും, നൈട്രജൻ ഫിക്സേഷൻ വഴി എത്തും, ആനിമൽ റെസിഡ്യൂസ് വഴി എത്തും, ക്രോപ്പ് റെസിഡ്യൂസ് വഴി എത്തും, ആൻഡ് ഓർഗാനിക് ഫെർട്ടിലൈസർ വഴി എത്തും. ഇങ്ങനെ എല്ലാ വഴികളിലൂടെയും നൈട്രജൻ വളരെ ക്ലിയർ ആയിട്ട് അന്തരീക്ഷത്തിൽ എത്തുന്നുണ്ട്. So we can say that the most important source of nitrogen are lighting, through lighting, inorganic fertilizers, nitrogen fixations, animal residues, crop residues, organic fertilizers. Through all these particular purpose, we can get nitrogen. Nitrogen present in protein and nucleic acid.
നൈട്രജൻ വളരെ ക്ലിയർ ആയിട്ട് പ്രോട്ടീനിലും അതേപോലെ തന്നെ ന്യൂക്ലിക് ആസിഡിലും അവൈലബിൾ ആണ് അല്ലെ. പ്രോട്ടീനിൽ എങ്ങനെയാണ് NH2 ഗ്രൂപ്പ് വഴിയാണ്, ദറ്റ് ഈസ് NH2 എന്ന് പറയുന്ന അമിനോ ഗ്രൂപ്പാണ്. അതേസമയം പ്രോട്ടീൻ ആണെങ്കിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഈ പറയുന്ന അമിനോ ഗ്രൂപ്പിലുണ്ട്. നമ്മൾ ന്യൂക്ലിക് ആസിഡ് ആണെങ്കിൽ നൈട്രജനസ് ബേസ് വഴിയാണ്. നൈട്രജനസ് ബേസ് രണ്ടെണ്ണമാണ്, പ്യൂരിനും പിരിമിഡിനുമാണ്. പ്യൂരിന്റെ ഉള്ളിൽ ആരൊക്കെയുണ്ട്? അഡനിനും ഗ്വാനിനും ഉണ്ട്. അതേപോലെ തന്നെ പിരിമിഡിനാണെങ്കിൽ തൈമിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിലും ഉണ്ട്. ഓർഗാനിസം കനോട്ട് യൂസ് നൈട്രജൻ ഗ്യാസ് ഇൻ ദ എയർ. ഓർഗാനിസത്തിന് ഡയറക്റ്റ് ആയിട്ട് നൈട്രജൻ ഗ്യാസ് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം അതിനുള്ളിൽ N2 ബോണ്ട് വളരെ ഡിഫറെന്റ് ആണ്. Must be converted from N2 into more reactive form, that is ammonia or we can say that nitrogen fixation. ഈ പറയുന്ന പ്രോസസ് കാണിക്കുന്നത് നൈട്രജൻ ഫിക്സേഷന്റെ പ്രോസസ് നടക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രോസസ് ഉണ്ടാവുന്നത്. Uses of fixed nitrogen by plants in legumes to make amino acid, transported into xylem, distributed to all parts and used within cell to synthesize protein. Other plants rely on fixed nitrogen in soil. Root hair take up nitrate ion by active transport. Nitrate converted into roots to nitrite, then ammonia, then amino acid, which are transported to other part of the xylem. So all these processes are continuously taking place within the plant. Then എന്തൊക്കെ ഫോമാണ് നൈട്രജൻ ഉള്ളത്? യൂറിയ എന്ന് പറയുന്നൊരു ഫോം ഉണ്ട് അല്ലെ, ഇത് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലെ ആൾക്കാർ വളമിട്ട് കൊടുക്കുന്നുണ്ടാവും യൂറിയ. അമോണിയ ഉണ്ട്, അമോണിയം ഉണ്ട്, നൈട്രേറ്റ് ഉണ്ട്, നൈട്രൈറ്റ് ഉണ്ട്, അറ്റ്മോസ്ഫറിക് ഡൈനൈട്രജൻ ഉണ്ട്, ഓർഗാനിക് നൈട്രജൻ ഉണ്ട്. These are some of the most important forms of nitrogen. The nitrogen gas make up 78% of the atmosphere, and it is also a part of many molecules essential to life, like protein, nucleic acid, DNA, RNA, and some vitamins. Nitrogen is also found in other biological compounds such as alkaloids. Nitrogen is an essential nutrient for all life forms. Around 79% ആണ് നമ്മൾ പറയാം, but scientifically it is proved that around 78% of nitrogen is available in the atmosphere. All organisms cannot use the atmospheric nitrogen directly. നമുക്കറിയാം എല്ലാ ഓർഗാനിസത്തിനും ഈ പറയുന്ന പ്രഷ്യസ് ആയിട്ടുള്ള വളരെ ബൾക്ക് ആയിട്ടുള്ള നൈട്രജൻ യൂസ് ചെയ്യാൻ പറ്റില്ല. However, എന്നിരുന്നാലും some bacteria and blue-green algae are able to do so. They convert nitrogen molecule into simpler forms such as nitrates and nitrites. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട ബേസിക് ഇൻഫർമേഷൻസ് ആണ്. എന്താണ് യഥാർത്ഥത്തിൽ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ? നമ്മൾ ഈ ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടതും പരീക്ഷയ്ക്ക് വരുന്നതും ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ആയിരിക്കും. Fixation of atmospheric nitrogen into nitrogenous salt with the help of microorganism. മൈക്രോ ഓർഗാനിസത്തിന്റെ സഹായത്തോടു കൂടി നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. Biological nitrogen fixation occurs when atmospheric nitrogen is converted to ammonia by an enzyme called nitrogenase. Biological nitrogen fixation occurs എപ്പോഴാണ് നടക്കുന്നത്? Atmosphere nitrogen is converted to ammonia by an enzyme called nitrogenase. Biological nitrogen fixation in all microorganisms are prokaryotes. Biological nitrogen fixation എല്ലാ microorganisms prokaryote ആണ്. The microorganisms are called diastrophos. അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് ഡയാസ്ട്രോഫ്സ് എന്ന് പറയാം. ഡയാസ്ട്രോഫ്സ് എന്താണ്? വാട്ട് ഈസ് ഡയാസോട്രോഫ്സ് എന്ന് പറയുന്നത്? Those organisms which have a capacity to fix atmospheric nitrogen. Nitrogen fixing bacteria like rhizobium are found in the root of some of the dicot plants such as legumes. നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഉണ്ട്, അത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ലെഗ്യൂമിനസ് പ്ലാന്റിന്റെ റൈസോബിയം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാന്റിന്റെ റൂട്ട് നോഡ്യൂൾസിലാണ്. These are present in special structures called root nodules. അങ്ങനെ ഈ പറയുന്ന പർട്ടിക്കുലർ തിങ്സ് കാണുന്ന ഏരിയക്ക് നമുക്ക് റൂട്ട് നോഡ്യൂൾസ് എന്ന് പറയാം. Then what is actually rhizobium? This is actually the rhizobium. ഇതാണ് റൈസോബിയം. ഈ റൈസോബിയം വളരെ പിങ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിലാണ് ഈ പറയുന്ന നൈട്രജൻ ഫിക്സേഷന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ എന്താണ്? സിംബയോട്ടിക് ബാക്ടീരിയ ലിവിംഗ് ഓൺ ദ റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ്. That is called symbiotic nitrogen fixation. അല്ലെ, ഒരു പ്ലാന്റിന്റെ റൂട്ടിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് കാണാം? നൈട്രജൻ ഫിക്സേഷൻ കാണാൻ പറ്റും. പ്ലാന്റിന്റെ റൂട്ടിന്റെ ഉള്ളിലാണ് നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നത്. That is called symbiosis.
അത് രണ്ട് ഓർഗാനിസത്തിനും ബെനിഫിറ്റ് ഉണ്ട്. നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനുണ്ട്, അത് അവൈലബിൾ ആവുന്ന അല്ലെങ്കിൽ അതിന് സ്ഥലം കൊടുക്കുന്ന റൂട്ടിനുമുണ്ട് ഗുണം. ആ രീതിയിൽ പറയുന്നതിനെയാണ് നമ്മൾ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. Cyanobacteria, formerly known as blue-green algae. Archaebacteria, also known as archaea, in deep sea hydrothermal vents, which takes place or which carried out the most important nitrogen fixing process. ഇനി ഇതല്ലാതെ വേറെയും പല തരത്തിലുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് നോൺ സിംബയോട്ടിക്. നോൺ സിംബയോട്ടിക് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ ഉണ്ട്. അതായത് നമ്മൾ സാധാരണ ഏറ്റവും പോപ്പുലർ എന്ന് പറയുന്നത് സിംബയോട്ടിക് ആണ്. ബട്ട് നോൺ സിംബയോട്ടിക്, ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ, ഇതല്ലാത്ത വേറെ വഴികളുണ്ട്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് സെപ്പറേറ്റ് ആയി ചോദിക്കാം. റൈറ്റ് എ നോട്ട് ഓൺ ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ. ഹ്യൂമൻ ബീങ്സ് ആൾസോ ഫിക്സ് നൈട്രജൻ ഫോർ their യൂസ്. This is done by manufacturing ammonia and urea in the industries. This is called as industrial nitrogen fixation. Human beings also fix nitrogen for their use. This is done by manufacturing ammonia and urea in the industries. This is called as industrial nitrogen fixation. അപ്പോൾ ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ വഴിയും സാധാരണ നമുക്ക് നൈട്രജൻ അവൈലബിൾ ആവും. ഇനി നമ്മളൊരു നൈട്രജൻ സൈക്കിളിനെ മൊത്തത്തിൽ എടുത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ we can say that nitrogen metabolism, role of nitrogen in plants, source of nitrogen to the plants, conversion of nitrate to ammonia. ഇതാണ് വളരെ പ്രധാനപ്പെട്ട പ്രോസസ് നൈട്രജൻ മെറ്റബോളിസം നടക്കുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഈ രീതിയിലാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ 3 രീതിയിൽ നടക്കാം. ഒന്ന് ഫ്രീ ലിവിംഗ്, ഹെറ്ററോട്രോഫിക് ആൻഡ് സിംബയോട്ടിക്. ഹെറ്ററോട്രോഫിക് എന്നാണ് നമ്മളത് പറയേണ്ടത്. Then nitrogen fixation organism, free living, heterotrophic and symbiotic. Then mechanism of biological nitrogen fixation, formation of root nodule in leguminous plant, factors controlling biological nitrogen fixation, then environmental factors, stage of plant growth, fertilizers in the soil, genetic factors. ഇതെല്ലാം ഈ പറയുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അടക്കം ഈ പറയുന്ന ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷന് വളരെ പ്രധാനമായിട്ടും ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷന്റെ നൈട്രജൻ സൈക്കിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് 3 രീതിയിൽ നൈട്രജൻ ഫിക്സേഷൻ നടക്കാം. ഒന്ന് ഫ്രീ ലിവിംഗ് ബാക്ടീരിയ, ദെൻ ഹെറ്ററോട്രോഫിക് ആൻഡ് സിംബയോട്ടിക്. ഇതാണ് യഥാർത്ഥത്തിൽ നൈട്രജന്റെ വളരെ പ്രധാനപ്പെട്ട പ്രോസസ്സിലെ മെറ്റബോളിസത്തിലെ കാര്യം. എന്തിനാണോ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പറയാം ഇതിനാണ്. അന്തരീക്ഷത്തിൽ 78% നൈട്രജൻ ഉണ്ട്. അത് നൈട്രേറ്റ് ആക്കുന്നു, അല്ലെങ്കിൽ നൈട്രേറ്റ് ആക്കുന്നു, അല്ലെങ്കിൽ അമോണിയ ആക്കുന്നു. ഈ അമോണിയ അമിനോ ആസിഡ് ആക്കണമെങ്കിൽ അത് അമിനോ ഗ്രൂപ്പായി മാറണം. അങ്ങനെ അമിനോ ആസിഡ് ഉണ്ടാവുന്നു. അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നു. പ്രോട്ടീനുകൾ കൂടിച്ചേർന്ന് എൻസൈമുകൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ചില പ്രോട്ടീനുകൾ എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നു. ഇത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ബുദ്ധി ഉണ്ടാവുന്ന, നമ്മുടെ ബുദ്ധിയിലെ പ്രധാനപ്പെട്ട അക്ഷരമാലകളാവുന്ന അഡിനിനും ഗ്വാനിനും തൈമിനും സൈറ്റോസിനും ആവുന്ന നൈട്രോജനസ് ബേസും ഉണ്ടാവുന്നു. ഇങ്ങനെ നൈട്രോജനസ് ബേസ് ഉണ്ടാവണമെങ്കിൽ അന്തരീക്ഷത്തിലെ നൈട്രജൻ ഫിക്സ് ചെയ്യണം. അങ്ങനെയുള്ള അന്തരീക്ഷത്തിലെ നൈട്രജൻ ഫിക്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവണം. സോ ദിസ് particular chapter is very important as far as our brain, as far as our metabolism, as far as our metabolic process are concerned. So this topic is very important as far as human life is concerned. നമ്മളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ പോകുന്നത് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. That we will discuss in detail. This is just an introduction. Bacteria live in the roots of legume family plants and provide the plants with the ammonia in exchange for the plants carbon and protected home. അല്ലേ, പ്ലാന്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊട്ടക്റ്റഡ് ഹോം ഉണ്ട് കേട്ടോ. ഈ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ റൈസോബിയത്തിനെയൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഹോം ഉണ്ട്. That we can discuss later. That particular group of plant is called legume. ലെഗ്യൂമിനസ് പ്ലാന്റിലാണ് ഇത്തരത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉള്ള ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഉള്ളത്. ഇത് റൂട്ടാണ് ലെഗ്യൂമിനസ് പ്ലാന്റിന്റെ റൂട്ട് വിത്ത് നൊഡ്യൂൾസ് വെർ ബാക്ടീരിയ ലിവ്. നൈട്രജൻ ചേഞ്ചസ് ഇൻ ടു അമോണിയ. ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് ലെഗ്യൂമിനസ് പ്ലാന്റിനെ ഫിക്സ് ചെയ്യാൻ ലെഗ്യൂമിനസ് പ്ലാന്റിന് വളരെ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള പ്രോസസ്സിനെ വിധേയമാക്കാൻ നമുക്ക് കഴിയും. See, this is actually the process. See, നോക്കൂ, ഇത് നമുക്കറിയാം, ഇത് പ്ലാന്റിന്റെ റൂട്ടാണ്. നോർമലി ഒരു ലെഗ്യൂമിനസ് പ്ലാന്റ് ആണ്. ഈ ലെഗ്യൂമിനസ് പ്ലാന്റിന്റെ ഉള്ളിൽ വളരെ റൂട്ട് നൊഡ്യൂൾ കാണാം. ഈ റൂട്ട് നൊഡ്യൂൾ വളരെ ക്ലിയർ ആയിട്ട് പല പ്രോസസ്സിലും വിധേയമായിട്ടാണ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് വഴി ഈ പറയുന്ന നൈട്രജനെ ഫിക്സ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ ബേസിക് ആസ്പെക്ട്സ് ഓഫ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ that we will discuss in next class. This is an outline of സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ് നൈട്രജൻ ഏതൊക്കെ രീതിയിൽ ഫിക്സ് ചെയ്യാം. നൈട്രജൻ സിംബയോട്ടിക്കും നോൺ സിംബയോട്ടിക്കും വഴി ഫിക്സ് ചെയ്യാൻ പറ്റും. സിംബയോട്ടിക് എന്ന് പറയുന്നതാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. അത് ഫ്രീലിംഗ് ആവാം,
ഹെറ്ററോട്രോഫിക് ആവാം, അതേപോലെ തന്നെ സിംബിയോട്ടിക് ആവാം. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.